ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷൻ ആണ്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് പിന്നെ അയ്യോ റിപ്ലൈ കിട്ടിയില്ലല്ലോ, ഞാൻ വീണ്ടും അയക്കട്ടെ എന്ന് കരുതി നിങ്ങൾ വീണ്ടും അയക്കരുത്. അപ്പോൾ നിങ്ങളുടെ നമ്പർ വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴേന്നാണ് നമ്മൾ നോക്കി വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചാൽ മതി, എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരും. ഓക്കെ. പിന്നെ ഇന്ന് കാണിക്കുന്ന ബാഗുകളിൽ കുറച്ച് വലിയ ബാഗുകളും ഉണ്ട്, മീഡിയം ബാഗ്, ചെറിയ ബാഗ്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടുങ്ങാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് ഇതുപോലെ നല്ല ഭംഗിയാണ്. ഈ ബാഗുകൾ കുറച്ച് വലിപ്പമുള്ള ബാഗാണ്. നമുക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാം. ഇപ്പൊ നമ്മള് ഒരു 2 ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു, യാത്ര പോകുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ 2 ദിവസം കിടക്കണം, ഇങ്ങനെയൊക്കെയുള്ള പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നിറച്ച് ഞാൻ ഇതെന്തിനാണ് ഇങ്ങനെ നിറച്ച് വെച്ച് കാണിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല പോലെ സ്പേഷ്യസ് ആണ്. ഇത് വന്നിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് ഈ ഷൂ ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ഒരു തരം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ക്രീം വിത്ത് ഓറഞ്ച്. ഇതിന്മേ ഇങ്ങനെ സമ്മർന്ന് ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ടാവും, ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആണ്, ഡബിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ്. ഇതൊക്കെ നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന ബാഗാണ്. ഇതിന്റെ മുകളിൽ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇതിന്റെ സെന്ററിൽ ഒരു സിബാണ്. ഈ സിബ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചും ഇഷ്ടംപോലെ സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഇത് ഇപ്പോ ഒരു നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ്. നല്ല ഭംഗിയാണ്. ഇതിന്മേ എന്തെങ്കിലും ആയാൽ തന്നെ നമുക്ക് കഴുകുകയും ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗുകളാണ്. ഇതിന്റെ വില വരുന്നത് 875. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ബാഗുകളാണ്, നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന ബാഗാണ്. ഇതിന്റെ ഷെയ്ഡുകൾ വരുന്നത് ക്രീം വിത്ത് ബ്ലൂ, ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്, അതുപോലെ തന്നെ ക്രീം വിത്ത് ഒരു ഡസ്റ്റി ഗ്രീൻ കളറ്, പിന്നത്തെ ഷെയ്ഡ് വരുന്നത് ക്രീം വിത്ത് ഒരു കാപ്പിപ്പൊടിയുടെ ലൈറ്റ് കളറ്. ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നീളം പോലെ തോന്നും, ചിലപ്പോൾ തോന്നാം, പക്ഷെ അങ്ങനെ നീളമല്ല. അത് ഇതുപോലെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് സാധനങ്ങളൊന്നും വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഭംഗിയായിട്ടിരിക്കും. ഇങ്ങനത്തെ ബാഗുകൾ ഇപ്പോൾ ഒരു ട്രെൻഡി ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 875. നെക്സ്റ്റ് ബാഗ് വരുന്നതും അതുപോലെ തന്നെയുള്ള ഒരു ബാഗാണ്. ആദ്യം കാണിച്ചത് ഡബിൾ ഷെയ്ഡ് ആയിരുന്നു, ഇത് സിംഗിൾ ഷെയ്ഡ് ആണ്. ഇതും അങ്ങനെ തന്നെ നമുക്ക് ഒന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ 2 ദിവസം കിടക്കണം, അതല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകണം, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ നേരത്തെ ബാഗിന്റെ പോലെ തന്നെയുള്ള സ്പെസിഫിക്കേഷൻ ആണ്. മുകളിലൊക്കെ ഇതുപോലെ തന്നെ ഫ്രില്ല് പോലെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഇത് സിംഗിൾ ഷെയ്ഡ് ആണ്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ. ഇത് സെന്ററിലെ സിബാണ്. സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ നല്ലോണം സ്പേസ് ഉണ്ട്, നല്ലോണം സാധനങ്ങൾ കൊള്ളും. അപ്പോൾ ഈ സിംഗിൾ ഷെയ്ഡിന് വില വരുന്നത് 760, 760. നേരത്തെ കാണിച്ച ഡബിൾ ഷെയ്ഡിന് വില വരുന്നത് 875, 875. അതിന്റെ വേറെ ഒരു ഷെയ്ഡാണ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡാണ് ഈ ബീജ് ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഈ ബാഗിൽ വരുന്നത്, സിംഗിൾ ഷെയ്ഡിൽ. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഇതുപോലെ ഒരു വലിയ ബാഗ് തന്നെയാണ്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ 2 ദിവസത്തേക്ക് യാത്രയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ബാഗാണ്. ഇങ്ങനെയും നമുക്ക് ഇത് ഇടാം. ഇതിന്റെ ഉള്ളിൽ സ്ലിങ് ഉണ്ട്, സ്ലിങ് ആയിട്ടും ഉപയോഗിക്കാം. ഫ്രണ്ട് സൈഡിൽ വരുന്നത് ഫ്രണ്ട് വരുന്നത് ഇതിപ്പോ ഒരു ഗ്രേ കളറിൽ ഇങ്ങനെ സ്റ്റാറിന്റെ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് പോയിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു ചെറിയൊരു സിബ് ഉണ്ട്. പിന്നെ ഇതിന്റെ സെന്ററിൽ ഇത് തുറന്നു കഴിഞ്ഞ് ഇതിലും അത് നല്ലതുപോലെ നമുക്ക് സാധനങ്ങൾ കൊള്ളുന്നതാണ്. ഇതിന്റെ സ്ലിങ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ വേറെ ഒരു പൗച്ച് കൂടി, ഒരു പോക്കറ്റ് കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ, പിടിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 690, 690. ഇതില് വേറെ വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് ഇത് പ്ലെയിൻ ഗ്രേയും ഗ്രീനും കൂടി കലർന്ന ഒരു കളറും. ഇതിന്റെ വാറ് വരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ വിത്ത് പിങ്ക് ആണ്. പിന്നെ വരുന്നത് ബ്രൗൺ വിത്ത് കോഫി,
പിന്നെ വരുന്നത് ക്രീം വിത്ത് കോഫി. ഇങ്ങനത്തെ 5 ഷെയ്ഡുകളിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ബാഗുകളെല്ലാം സിംഗിൾ പീസാണ് കേട്ടോ. ഇതൊക്കെ സിംഗിൾ പീസുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 690. ഇതൊരു സിംഗിൾ പീസാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവൻഡറിന്റെ ഡാർക്കും ലൈറ്റും ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്, കണ്ട. മുകളിൽ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ, ഇതൊരു ഫാൻസി ബാഗാണ്, ഇങ്ങനെയുള്ളൊരു ഡിസൈൻ. പിന്നെ ഇത് താഴ്ഭാഗത്ത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഗോൾഡന്റെ ഷെയ്ഡിൽ ഉള്ള ഒരു തുണിയാണ് വെച്ചിരിക്കുന്നത്. തുണിയല്ല, റെക്സിന്റെ തന്നെ ഒരു പീസാണ്. പിന്നെ ബാക്ക് സൈഡിൽ വന്നിരിക്കുന്നത് ഒരു പോക്കറ്റ് ഉണ്ട്. ഇതിപ്പോ അറ്റ് എ ഗ്ലാൻസ് നമുക്ക് തോന്നും ഈ പണ്ട് ഒരു കാലത്ത് ഇങ്ങനെ സ്റ്റോൺ വാഷിന്റെ മെറ്റീരിയലുകളൊക്കെ ഉണ്ടായില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് ഇത് കണ്ടാൽ തോന്നാം. ഇത് നമുക്ക് ഇങ്ങനെയും ഇടാം. ഇനി ഇതിന്റെ സ്ലിങ് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് തുറക്കതാ, ഇതാണ് ഇതിന്റെ സ്ലിങ്. ഇതും അതേ നല്ലോണം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു ബാഗാണ്, സിംഗിൾ പീസാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 700. നല്ല ഭംഗിയുള്ളൊരു ബാഗാണ്, ഫാൻസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ റേറ്റിനല്ല, കളർ വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ലാവൻഡറും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ബാഗ് ഇത് നമുക്ക് ഇങ്ങനെ കയ്യിലും പിടിക്കാം, അതെല്ലാം സ്ലിങ് ആയിട്ട്. ഇതിന്റെ സ്ലിങ് ഉള്ളിലുണ്ട്, സ്ലിങ് ഇട്ടിട്ട് ഷോൾഡർ ബാഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് റെക്സിനിൽ വരുന്നൊരു ബാഗാണ്, പക്ഷെ റെക്സിനിൽ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള റെക്സിനാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു പൗച്ച് ഉണ്ട്, ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത, ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൽ 3 കള്ളിയാണ്, കണ്ട. 3 കള്ളിയിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇത് നമുക്ക് ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 690. ഇതിൽ ഇനി ഒരു ഷെയ്ഡ് കൂടി ഉള്ളത് ഇതാണ്, ബീജ് ഷെയ്ഡ്. ഇങ്ങനെ 2 ഷെയ്ഡാണ് ഇതിലുള്ളത്. പക്ഷെ ഇത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം ഫസ്റ്റ് സെർവ് ആയിരിക്കും. നെക്സ്റ്റ് ബാഗ് വരുന്നത്, ഇതിന്റെ ഷേപ്പ് കണ്ടാൽ നമ്മൾ ഈ മുറ്റത്തുള്ള കിണറിനെയൊക്കെ ഇങ്ങനെ കെട്ടിച്ച് കഴിഞ്ഞ് പൂക്കൊട്ട പോലെ കെട്ടില്ലേ, അങ്ങനെ ഉള്ള ഒരു ഷേപ്പാണ് ഇതിന്. ഇതാണ് ഇതിന്റെ പിടുത്തം. ഇതിന് സ്ലിങ് ഉണ്ട്, സ്ലിങ് വേണമെന്നുള്ളവർക്ക് അത് ഇടാം, അതല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൽ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, മൊബൈല്, ഒരു ചെറിയ 5 ഫോൾഡിന്റെ കൊട, പൈസ, അങ്ങനെയൊക്കെയാണ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത്. നല്ലതാണ്, നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ, അങ്ങനെ കേടൊന്നും വരുന്നതല്ല. കണ്ടോ, ജാസ്മിൻ. പിന്നെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു പോക്കറ്റാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഉള്ളിലത്തെ സിബ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ പോക്കറ്റ് ഉണ്ട്. ഇതിന്റെ സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്, നല്ല മെറ്റീരിയൽ ആണ്, അങ്ങനെ പെട്ടെന്നൊന്നും കേട് വരുന്ന തരമല്ല. ഇതിന്റെ വ്യൂ വരുന്നത് താഴ്വശത്തുനിന്ന് ഇങ്ങനെ ഒരു ഞൊറിഞ്ഞ പോലെ ഇങ്ങനെയുള്ളൊരു പൂക്കൊട്ട കെട്ടിയത് പോലെയാണിത്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 570, 570. ഇതില് 2 ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് അവൈലബിൾ ആണ്, ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡ്, ഇങ്ങനെ 3 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 570. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഇതുപോലെ ഒരു കുട്ടി ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണിത്. നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ്, ഇതുപോലെ ഞൊറിഞ്ഞ് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇത് തന്നെയാണ് ഷേപ്പ് വരുന്നത്. നല്ല ഭംഗിയാണ്, നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ, പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് നല്ലൊരു മെറ്റീരിയലാണ്, റെക്സിൻ തന്നെ, പക്ഷെ റെക്സിനിൽ കൂടി റെക്സിനാണ്. കണ്ട, അതിന്റെ ഒരു പീസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇട്ടിരിക്കുന്നതാണ്. ഈ റെക്സിന്റെ ഒരു പീസ് നല്ലതാണ്. ഇതിന്റെ സിബ് തുറന്നു കഴിയുമ്പോൾ ഇതിലും സ്ലിങ് ഉണ്ട് കേട്ടോ. സ്ലിങ് വേണ്ടവർക്ക് സ്ലിങ് ഇടാം. പിന്നെ ഇതിന്റെ ഉള്ളിൽ സൈഡിലും പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 470, 470. ഇതില് വേറെ 2 ഷെയ്ഡ് കൂടി ഉള്ളത് ഇത് ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു ടെർക്കോയിഷ് ബ്ലൂ ഷെയ്ഡ്. ഇത് ഒരു പിങ്കിന്റെയും മൗവിന്റെ ഒക്കെ ഒരു ഷെയ്ഡായിട്ട് വരും. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഉള്ളത്. പക്ഷെ ഈ ബ്ലൂ ഷെയ്ഡും ഈ മൗ ഷെയ്ഡും
സിംഗിൾ പീസുകളാണ്. ഇതിലാണ് പീസുകളുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 470 രൂപ, 470. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഇതാ ഇങ്ങനെയുള്ള ഒരു മോഡലാണ്. ഒരു സ്ക്വയർ പാറ്റേൺ ആണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ചെറിയ ഒരു വെള്ളം കുപ്പിയൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഫുൾ ഇതുപോലെ ഒരു ബീജ് കളറാണ്. കണ്ടോ, ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ബാക്കിൽ. പിന്നെ ഇതിന്റെ വാറ് വരുന്നത് ഇതുപോലെ ഈ കോഫി ബ്രൗൺ കളറാണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുമ്പോൾ ഇതുപോലത്തെ കോഫി ബ്രൗണിന്റെ ഒരു സ്ട്രൈപ്സ് പോലെയാണ് പോയിരിക്കുന്നത്. ഇവിടെയും ഒരു പോക്കറ്റ് ഉണ്ട് ഇതിന്. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ സെന്ററിൽ തുറക്കുമ്പോൾ ദാ ഇതുപോലെ ഇത് ഇങ്ങനെയുള്ളത് കാരണം നമുക്ക് നീളത്തിലുള്ള സാധനം, കൊട, വെള്ളത്തിന്റെ കുപ്പി അങ്ങനെയൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും. ഇതിന്റെ റേറ്റ് വരുന്നത് 650, 650. ഇതിൽ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ തന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കുറവുള്ളത് ഇതാ കണ്ടോ, ഇതും പിടിക്കുമ്പോൾ കുറച്ച് വലിപ്പം ഇതിനേക്കാൾ കുറവാണ്. ഈ വലിപ്പം കുറഞ്ഞതിൽ 2 ഷെയ്ഡ് ഉണ്ട്. ഈ കോഫി ബ്രൗൺ കളറും ഉണ്ട്. പിന്നെ ഇതിന്റെ പോലത്തെ തന്നെ ഒരു ക്രീം ആൻഡ് കോഫി ആയിട്ടുള്ള 2 ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 610, 610. ഇതിലും നമുക്കൊരു ചെറിയൊരു വെള്ളം കുപ്പി 5 ഫോൾഡിന്റെ കുടയൊക്കെ വെക്കാം. ഇതിൽ 3 ഫോൾഡിന്റെ കുടയും കയറും. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 610, വലുതിന്റെ റേറ്റ് വരുന്നത് 650. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.